നമസ്കാരം. കേരള ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. റിഫയുടെ നീതിക്ക് വേണ്ടിയുള്ള മുറവിളികളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. റിഫയുടെ ആത്മാവ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ റൂഹി എന്ന് വിളിക്കപ്പെടുന്ന ഷൈന പറഞ്ഞ കുറച്ച് വീഡിയോസ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ വന്നിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. കഞ്ചാവ് അടിച്ച സ്ത്രീയാണെന്നും അതുപോലെ തന്നെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത വ്യക്തിയാണെന്നുമൊക്കെയുള്ള അവഹേളനങ്ങളോടുകൂടി ആ വീഡിയോ ഇന്നും തുടരുകയാണ്. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അതിന് മേൽ വെക്കുന്നു. ഇങ്ങനെ പോകുമ്പോഴും ചിലരൊക്കെ മാറ്റി ചിന്തിക്കുന്നുണ്ട്. അതിൽ സത്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സത്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്ത് തെളിവുകളാണ് തരാൻ കഴിയുക, അങ്ങനെ തെളിവ് തന്നിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്ററായി നമ്മുടെ കേസിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചാനൽ ചർച്ചകളും കാണുകയുണ്ടായി. അതിനെ കൂടുതൽ അപഗ്രഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തവരോട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം റിഫയുടെ മരണത്തിൽ സംബന്ധിച്ച നീതിയാണ്. എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു വിഷയം ആത്മാവ് വന്ന് പറഞ്ഞു എന്ന കൺസെപ്റ്റിലാണ്. ആർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പല രീതിയിലും ആത്മാവ് വന്ന് പറഞ്ഞു എന്ന് പറയുന്ന മറ്റ് കഥകളും ചരിത്രങ്ങളൊക്കെ പറയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൈനികർക്ക് പോലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സഹായം കിട്ടി കേസ് തെളിയിച്ച ചരിത്രങ്ങളുമുണ്ട്. ഇതൊക്കെ സംസാരിച്ചവരും നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ റൂഹിയെ സംബന്ധിച്ച ഒരു പ്രശ്നം, അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിശ്വാസ്യതയില്ല എന്ന തരത്തിലാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൂഹി ഇത്തരത്തിൽ ആത്മാക്കളെ കാണുന്ന ആ സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിന് മുമ്പ് മുതലേ അവരെ അറിയുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. ഇന്ന് വരെ റൂഹി ചെയ്തിട്ടുള്ള കാര്യങ്ങളും റൂഹിക്കുണ്ടായ അനുഭവങ്ങളും റൂഹിയുടെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിയോടാണ്. അശ്വതി സാബു. അശ്വതി സാബുവുമായിട്ട് വളരെ വർഷത്തെ 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. അന്നു മുതൽ പലതരത്തിലുള്ള ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് പലതും കൂടുതലായും അശ്വതിയോടാണ് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങളായി ഷൈനെ അറിയുന്ന, വർഷങ്ങളായി പലതരത്തിലുള്ള അനുഭവങ്ങൾ വിശദീകരിക്കുന്നു. അത് കുറിച്ചു വച്ചിട്ടുള്ള, നാളിതുവരെയുള്ള സംഭവങ്ങൾ കുറിച്ചു വച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അശ്വതി സാബു. അതുപോലെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഒരു വിഷമസന്ധിയിലേക്ക് പ്രധാനമന്ത്രി എത്തിപ്പെടും, അതിനു മുമ്പ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിനൊരു സാധ്യത തെളിയുന്ന രീതിയിൽ സംസാരിക്കാമെന്നൊക്കെയാണ് ഷൈന ആദ്യം പറഞ്ഞിരുന്നത്. നമ്മൾ പരമാവധി ഇത് ഈ മോദിജിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. മോദിജിയുടെ അടുത്ത വൃത്തങ്ങളിൽ കൂടി നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചു, എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവരൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. ഇത് റീച്ചിന് വേണ്ടിയുള്ള ഒരു പ്രഹസനമാണെന്നും അതുപോലെ ഇത് സ്ഥിരതയില്ലാത്ത മാനസിക വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന തോന്നലുകളാണ് എന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കൂടി മോദിജിയെക്കുറിച്ച് ചെയ്യുന്നു. അത് ഇത്തരത്തിലായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. ആസിഫ ബാനുവിന് നീതി കിട്ടണം, അതിനോടൊപ്പം റിഫ എന്ന നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ ആൾക്കും നീതി കിട്ടുന്നതിന് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വളരെ സഹായിക്കും എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടുവെന്ന് ആരോപിതനായിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിൽ നിന്ന് തിരിച്ചു പോകാൻ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നതിനാൽ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് പ്രധാനമന്ത്രിയിൽ എത്തിക്കണമെന്നായിരുന്നു നമ്മുടെ ആവശ്യം. അപ്പം ആ രീതിയിലുള്ള വീഡിയോസ് പോകുമ്പോഴും പല ആൾക്കാരും അതിനെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. അതിൽ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സാധ്യതയില്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതുപോലും ചിന്തിക്കാതെ വളരെ മോശമായി സംസാരിച്ച ആൾക്കാരെയും നമ്മൾ കണ്ടു. പക്ഷേ കമൻറ്റുകളിലൊക്കെ എല്ലാവരും വളരെ വൃത്തിയായി സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഏത് തരത്തിലാണ് അതിനെ സമീപിക്കേണ്ടതെന്ന ചർച്ചകൾ നടക്കുന്നത് പലപ്പോഴും കമൻറ്റ് ബോക്സിലാണ്. അത്തരത്തിലൊരു കമൻറ്റ് ബോക്സാണ് നിലവിൽ റഫിയുടെ വീഡിയോയ്ക്ക് അടിയിലൊക്കെ വരുന്ന എല്ലാ കമൻറ്റുകളും അങ്ങനത്തതാണ്. എല്ലാവരും അതിൻ്റെ സാധ്യത പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ നാം ചെയ്യേണ്ടത് സാധ്യത പരിശോധിക്കലാണല്ലോ. അങ്ങനെ സാധ്യത പരിശോധിക്കുന്നതിലൂടെയല്ലേ ആ പ്രശ്നത്തെ നേരിടാൻ നമുക്ക് കഴിയുക. അതിന് പകരം അടിച്ചോടിക്കുന്ന രീതിയിലുള്ള സംസാരം. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ വീഡിയോയ്ക്കുള്ളിലും അതിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ വാർത്ത പോലെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ശക്തമായി ഒരു കാര്യം പറയുമ്പോൾ ആ പറച്ചിലിൽ ഒളിച്ചു വെക്കാനൊന്നും ഇല്ലാതെ പറയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം
ഈ ഒളിച്ചുവെക്കൽ ഇല്ലാതെ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജെനുവിനിറ്റി നമ്മൾക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. ആരെക്കുറിച്ച് പറയുന്നു അവരുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്, ആരെക്കുറിച്ച് പറയുന്നു അവരുടെ എന്താണ് അവരെന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യവും ഒളിച്ചു വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. കൃത്യമായി ഇന്നയാൾ ഇന്ന സമയത്ത്, അത് ശരിക്കും പറഞ്ഞാൽ അത് ആത്മാവ് മെസ്സേജായി തന്ന കാര്യം റൂഹിയിലൂടെ നമ്മൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഷംസുദ്ദീൻ എന്നൊരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയും നമ്മുടെ ഈ ചാനലിൻ്റെ ബാക്കിയായിട്ട് വരികയുണ്ടായി. അതായത് ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഷംസുദ്ദീനും ഷൈനയുമായിട്ടുള്ള എന്തോ അസ്വാരസ്യങ്ങൾ നിമിത്തം ഷംസുദ്ദീനോട് പകരം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്, അതിനൊരു വഴി കണ്ടെത്തിയതാണെന്നൊക്കെ. സത്യത്തിൽ ഷംസുദ്ദീനോട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ, ഷംസുദ്ദീൻ നമ്മളോട് വിശദീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഷൈന വർഷങ്ങൾക്ക് മുമ്പ് ഈ അശ്വതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ കോൾ റെക്കോർഡ് ചെയ്യുകയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഷംസുദ്ദീനോട് നമ്മൾ കോൾ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിപ്പിച്ചിട്ട് അത് അറിയാതെ റെക്കോർഡ് ചെയ്യുകയല്ല. ഇതിൻ്റെ ഒറിജിനൽ ഫയൽ ഇപ്പോഴും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. ഷംസുദ്ദീൻ നമ്മൾക്ക് ഫോണിലൂടെ ഓഡിയോ ഇൻ്റർവ്യൂ തരാൻ തയ്യാറായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുകയാണ്, ഇങ്ങനെ നമ്മൾ ചാനലിൽ കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷംസുദ്ദീനോട് സംസാരിച്ചിട്ടുള്ളത്. ഞാനാണ് ഷംസുദ്ദീനോട് സംസാരിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഓഡിയോയും നമ്മുടെ കൈവശമുണ്ട്. ആ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരാളുടെ അനുവാദത്തോടെ ആണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൃത്യമായി ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഈ ഷൈന പറഞ്ഞു എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് സംസാരിക്കുന്ന ഒരു കാര്യം ബനീഷയെ സംബന്ധിച്ചാണ്. ഈ ബനീഷ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഷൈനയല്ല, ബനീഷ മരണപ്പെട്ടു എന്ന് ഷംസുദ്ദീൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതും ആ തരത്തിൽ റിഫയെ പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസാരമുണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് ഷൈന ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ബനീഷ മരിച്ചുവെന്ന്. ബനീഷ മരിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഷംസുദ്ദീനാണ്. ഷംസുദ്ദീൻ നമ്മളോട് തന്നിരിക്കുന്ന വിവരങ്ങളാണത്. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ആത്മാവ് എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ബനീഷയുടെ ആത്മാവോ റിഫയുടെ ആത്മാവോ പറഞ്ഞിട്ടല്ല ബനീഷ മരിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള കണ്ടന്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷംസുദ്ദീൻ്റെ ആ വീഡിയോ, നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷംസുദ്ദീൻ തന്നെയാണ് അതിൻ്റെ സാധ്യതകൾ. ബനീഷ എവിടെ ഉണ്ടായിരുന്നു, ബനീഷ എപ്പോൾ എങ്ങനെ എവിടെ പോയി, അതിനുശേഷം എങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഷംസുദ്ദീൻ തന്നെയാണ്. ഷംസുദ്ദീൻ പറഞ്ഞത് പ്രകാരമാണ് ബനീഷ മരിച്ചു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുന്നത്. ഷൈനയും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻ്റർവ്യൂവിലും ഷംസുദ്ദീൻ പറയുന്നതാണ് ബനീഷ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. പിന്നെ ബനീഷ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് ബനീഷ തന്നെ പറയുന്ന കുറച്ച് വീഡിയോസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മരിച്ചിട്ടില്ല എന്നും എന്നെ കൊല്ലരുത് എന്നൊക്കെ ബനീഷ പറയുന്നുണ്ട്. ബനീഷയോട് നമ്മൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. അതിന് കാരണം ബനീഷയെ മരണത്തെ സംബന്ധിച്ച ആ അറിവ് വിശ്വസ്തനാണെന്ന് കരുതുന്ന ഒരാൾ തന്ന അറിവ് അതേപടി നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബനീഷയും ഷംസുദ്ദീനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് ഷംസുദ്ദീൻ തന്നെ സമ്മതിക്കുന്നതാണ്. ഇപ്പോൾ ബനീഷയുടെ പുതിയ വീഡിയോയിൽ നമുക്ക് കാണുന്നുണ്ട്, ഷംസുദ്ദീനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷംസുദ്ദീനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല, ഷംസുദ്ദീൻ കാരണം എൻ്റെ ജീവിതം കുട്ടിച്ചോറായി എന്നുള്ള രീതിയിലുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷംസുദ്ദീനും ബനീഷയും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്, ഷംസുദ്ദീൻ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ബനീഷ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനിടയായത്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിൽ ബനീഷയോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഒരാളെ മരിച്ചതായി ചിത്രീകരിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ തെറ്റുപറ്റിപ്പോയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് റൂഹിയുടെ തുടക്കം, റൂഹിയുടെ ആത്മാവിനെ കാണാനുള്ള കഴിവിൻ്റെ കാര്യങ്ങൾ, ആത്മാവിനെ കണ്ടു തുടങ്ങിയതെന്ന് മുതൽ, അതുപോലെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിനെ ഈ അവസ്ഥയിൽ വരെ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഷൈനയ്ക്ക് പറയാൻ കഴിയുക എന്ന് വരെ നമുക്ക് സംസാരിക്കാൻ സാഹചര്യമുള്ളത് ഇതേ അശ്വതിയുടെ അടുത്താണ്. അശ്വതി സാബുവിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക്. അശ്വതി സാബു, അതെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഗ്ലോബൽ ഗോൾഡൻ മൈൻഡ് സൊല്യൂഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നു. എവിടെയാണ്? കൊച്ചിയിൽ തന്നെയാണ്. എന്താണ് ഈ സ്ഥാപനം? ഇതൊരു ഫിംഗർ പ്രിന്റ് ടെസ്റ്റാണ്. DMIT എന്ന് പറയും. കുട്ടികളുടെയൊക്കെ ജനറ്റിക് ടാലൻറ്റ്, ലേണിംഗ് സ്റ്റൈല്, പേഴ്സണാലിറ്റി ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ടെസ്റ്റാണോ? അല്ല, മുതിർന്നവർക്കും ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ടാലൻറ്റ് എന്തായിരുന്നു എന്ന് അറിയാൻ, അതായത് മിക്ക ആളുകളും വർക്ക് ചെയ്യുന്നത് ഒരു മേഖലയിലും അവരുടെ ടാലൻറ്റ് കിടക്കുന്നത് മറ്റൊരു മേഖലയിലായിരിക്കും.
അപ്പം എപ്പോഴും പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയും. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ അത് പറയും. പക്ഷെ അവർ ചിലപ്പോൾ ഒരു ബാങ്ക് പ്രൊഫഷണലോ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഈ ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള എന്താണോ നമ്മളുടെ കഴിവ് അത് കണ്ടെത്തി ആ മേഖലയിലൂടെ സഞ്ചരിക്കുക, ഏണിങ്സ് അവിടെ നിന്ന് നേടുക എന്നുള്ളതാണ്. അപ്പം ലൈഫ് ടൈം നമുക്ക് ഹാപ്പിനെസ്സും എൻജോയ്മെൻറ്റും ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു നല്ല സാധ്യതയാണ് ശരിക്കും. തീർച്ചയായിട്ടും ഇത് അധികം പ്രചാരത്തിൽ ഇല്ലാത്തതാണെന്ന് തോന്നില്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രചാരം ഇല്ലാത്തൊരു മേഖലയാണ്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകളും വളരെ വിശാലമായൊരു സാധ്യതയാണ് ഇതിന് ഉള്ളതെന്നുള്ളതാണ്. അശ്വതിക്ക് റൂഹിയെ എങ്ങനെ അറിയാം? എനിക്കൊരു 15 വർഷത്തോളമായിട്ട് അറിയാം. റൂഹി ഒരു കൊമേഴ്സ് ട്യൂട്ടറായിരുന്നു. അപ്പോൾ എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ വന്നിരുന്ന വീഡിയോസ് കണ്ടിരുന്നല്ലോ. കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് റൂഹി പറയുന്നുണ്ട് ആത്മാക്കളുമായി സംസാരിച്ച കാര്യം, ആത്മാക്കൾ തന്ന മെസ്സേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി പരിചയമുള്ള താങ്കൾക്ക് ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ആത്മാക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നോ ആദ്യം തന്നെ? ഇല്ല, തുടക്കം മുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഇങ്ങനെ നിഴൽ കാണുന്നു, സൗണ്ടുകൾ കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നോട് സംസാരിച്ചിരുന്നത്. പിന്നീടാണ് ഈ അടുത്താണ് ഇങ്ങനെ സോളുകളായിട്ട് സംസാരിക്കാൻ, അവരുടെ സൗണ്ടുകൾ കേൾക്കാനും ഒക്കെ പറ്റുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. ഈ റൂഹി ഇങ്ങനെ ആത്മാക്കളെ കണ്ടുവെന്നും അവരുടെ മെസ്സേജസും ഒക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതായി, അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും സ്വയം എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു സോള് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ബോഡിയിലുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പല ഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ചൂട് പോലെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ബോഡിയിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതിപ്പോൾ പോസിറ്റീവ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ചില ഏരിയയിൽ അല്ലെങ്കിൽ ചില അമ്പലങ്ങൾ അല്ലെങ്കിൽ ചില കാവുകൾ ചില പോസിറ്റീവ്, അതായത് അത്രയും നല്ല പ്യുവർ സോളുകൾ ഉള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫോട്ടോയും മാത്രമേ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആ ബോഡിയിൽ അതിൻ്റെ ഒരു ഫീലിങ്സ് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഹി ഇത് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് അവിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾക്കപ്പുറത്ത് ഒത്തിരി കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട്, ഇല്ലേ? ഇപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത പല കാര്യങ്ങളും ഒരു പരിധിവരെ ഉള്ള സൗണ്ടുകളാണ് നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ കൂടുതൽ നായ്ക്കൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിനപ്പുറത്തും സൗണ്ടുകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അപൂർവമായിട്ടുള്ള മനുഷ്യർക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് കൊടുത്തേക്കുന്നൊരു പവറായിട്ടാണ് എനിക്കിത് റൂഹിയിൽ കണ്ട ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ റൂഹി പറയുമ്പോഴും റൂഹിക്ക് തന്നെ ഇത് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, എനിക്കിത് വല്ല അസുഖമാണോ, എനിക്കിത് വല്ല ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നോട് പലവട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രശസ്തനായ ഒരു പാരാസൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ബിനുവിനും അറിയാൻ പറ്റും, ഡോക്ടർ ജോർജ് മാത്യു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്ത്, ഒരു 3 വർഷം മുമ്പ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് ഞാനൊരു കോൺഫറൻസിന് പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് നമുക്കിതൊന്നും പുറത്തു പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാറും പലവട്ടം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളിത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഭയങ്കര അവിശ്വസനീയമായൊരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ അത് എന്താ പറയുക, ഭ്രാന്തായിട്ട് പറയും നമ്മളെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് അന്നേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നോക്കിയും കണ്ടിട്ടും വേണം ഇത് ഷെയർ ചെയ്യാനായിട്ട്. സാറും അതേപോലെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഭൂമിയിൽ ഒത്തിരി പേരുണ്ട്,
പലരും ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ അവർ ഫാമിലിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി പേർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ പലരെയും അറിയാം, നേരിട്ട് അറിയാവുന്നതാണ്. പലരും ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവർ പറയുമ്പോൾ എനിക്കത് വേഗം മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയുമ്പോൾ ഇന്നതാണെന്നുള്ളത് നമുക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചിരുന്നു. ഇത് കൂടാതെ രൂപയ്ക്ക് വിഷൻ പവറും കൂടിയുണ്ട്. അത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വിഷ്വല് കിട്ടുവാണ്, ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഇല്ല, പ്രഡിക്ഷൻ അല്ല, അത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുവാണ്. ഇന്നത് കുറച്ച് ഇത് എത്ര ഡേറ്റ് അല്ല, ഇത്ര നാളുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ കാണുന്നു. അത് ഡേറ്റ് പറയാനായിട്ട് കറക്റ്റ് ഡേറ്റ് എന്നല്ല, പക്ഷേ ഇത് സംഭവിക്കുന്നു എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ അത് പലതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചതായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ? 2019 മിസ് കേരള ആയ ഒരു കുട്ടിയുണ്ട്, ആൻസി കബീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ വിഷ്വല് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി എന്താണെന്നറിയില്ല, ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്കത് കാർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് മരണപ്പെടുന്നതായിട്ട് കാണുന്നു അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാനത് നോട്ട് ചെയ്ത്, അപ്പോൾ എന്നോട് പറയും, ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇത് സംഭവിക്കോ ഇല്ലയോ, ഞാൻ കാണുന്ന കാഴ്ചയാണത്, അത് സംഭവിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞോ ആയിട്ടല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെ കാണുന്നു, അതെന്താണെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഈ കുട്ടി ആക്സിഡൻ്റിൽ മരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജോർജ് സാറായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതും ഇതേപോലെ തന്നെ അവർ ചേച്ചി ഞാനിതിങ്ങനെ അവർ കരഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു, അവർക്ക് എന്തോ സംഭവിക്കും, ഈ അടുത്ത് തന്നെ ആ ഫാമിലിയിൽ ഒരു സ്പ്ലിറ്റ് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് അവരിത് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെങ്ങനെയെങ്കിലും ഇതിന്ന്, അതായത് ഇത് കാണുന്നത്, അപ്പോൾ ആദ്യം ഒരു ആക്സിഡൻറ്റ് പറഞ്ഞു, അത് സംഭവിച്ചു, അപ്പോൾ ഇതിനകത്തെങ്കിലും ഇവരെ രക്ഷിക്കണം, അതിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, പിന്തിരിപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു, ചേച്ചി എങ്ങനെയെങ്കിലും ഇതിന് ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ, ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ID ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫോൺ നമ്പറൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ മെയിൽ ID വെച്ചിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ നമ്പറൊക്കെ വെച്ചിട്ട്. പക്ഷേ അവരത് കണ്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് റിപ്ലൈ ഒന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇത് പറഞ്ഞ പോലെ തന്നെ കരഞ്ഞുകൊണ്ടുള്ള അവരുടെ വീഡിയോയും ഒക്കെ പിന്നീട് കണ്ടായിരുന്നു. വളരെ വിഷമത്തോടു കൂടിയുള്ള. പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ സ്വന്തമായിട്ട്? തീർച്ചയായിട്ടും അതായത് എൻ്റെ അമ്മാവൻ മരണപ്പെട്ടായിരുന്നു, വർക്ക് സൈറ്റിൽ ഷോക്ക് അടിച്ചിട്ട് മരിച്ചായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞൊരു ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നൊരു 3 മാസം മുമ്പാണ് ഇത് എന്നോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മാവനെ രൂഹി കണ്ടിട്ടൊന്നുമില്ല, ആരാണ് എന്താണെന്നൊന്നും അറിയേയില്ല. പക്ഷെ എന്നോട് പറഞ്ഞത് ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അടുത്ത് തന്നെ മരണപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഏറ്റവും അടുത്ത ആളെന്ന് പറയുമ്പോൾ നമ്മളെന്താ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആ തരത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ എന്നോട് പറഞ്ഞു കട്ടിമീശയാണ്, ലുങ്കി ഉടുത്തിട്ടുണ്ട്, വർക്ക് സൈറ്റിലാണ്, മരിച്ചു വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു ഊഹിക്കാൻ പറ്റിയില്ല ആരായിരിക്കും എന്നുള്ളൊരു ഇത്. എന്നുവെച്ചാൽ എന്നെ റൂമിലൊക്കെ ഇങ്ങനെ കരഞ്ഞ് നടക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് നടന്നപ്പോഴാണ് ഞാൻ രോഗി പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായല്ലോ എന്ന്. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ഈ യുദ്ധത്തിനെ കുറിച്ച് പോലും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മളൊരു യുദ്ധം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതും ഈ നേരത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നിയിരുന്നോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റും നമുക്ക്? ഇപ്പം അറിഞ്ഞല്ലോ സംഭവം നേരത്തെ നടക്കാൻ പോവാം. അപ്പം അത് നേരത്തെ കാണുമ്പോൾ നമുക്ക് അതിൽ നേരത്തെ അറിഞ്ഞ് ഈ മെസ്സേജ് അവരിലോട്ട് എത്തിക്കാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ അവർക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ ഈ നമ്മുടെ കുറച്ച് വീഡിയോകളിൽ അതിലൊരു വീഡിയോ പ്രൈം മിനിസ്റ്ററിനെ സംബന്ധിക്കുന്നതായിരുന്നു. അപ്പോൾ ആസിഫ ബാനുവിൻ്റെ സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്, അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർക്ക് അത് നേരിടാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസിലാണ് പുള്ളിപ്പെട്ടിരിക്കുന്നത് പ്രകാരം അതിൽ നിന്നൊരു ഓവർകം ചെയ്യാനുള്ള സാധ്യത ഇവർക്ക് കൊടുക്കുന്ന ജസ്റ്റിസിലൂടെ നടക്കുമെന്നും റൂഹി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയുക? അപ്പോൾ അങ്ങനെ മുൻകൂട്ടി പറഞ്ഞ് അത് നമ്മൾ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് എത്തിച്ചാൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ജസ്റ്റിസ് അദ്ദേഹത്തിനും കിട്ടാനുള്ള സാധ്യത ഇതിലൂടെ വരില്ലേ? തീർച്ചയായും കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതാണ് നമുക്ക് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്നും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെയും ഒരു ആവശ്യം. അതെ അതെ. എപ്സ്റ്റീൻ ഫയൽ ഇപ്പോഴല്ലേ വന്നത്, പക്ഷേ അതിற்கு മുമ്പ് ഒരു 2 വർഷം മുമ്പ് എന്നോട് പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും നമുക്ക് ഈ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിക്കാനായിട്ട് സാധിച്ചില്ല. അന്ന് തന്നെ ഈ സ്പിരിച്വൽ പവേഴ്സ് പോകും, അല്ലെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള സാധ്യത വന്നിട്ടുണ്ട്, അത് നേരിടേണ്ടതാണ്, അതുകൊണ്ട് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ പോകുന്നത്. നമ്മൾ അത്രയും മുമ്പ് തന്നെ ചെയ്തതാണ്. അതെ അതെ അതെ. നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതുകൂടാതെ നമ്മൾ ഇത്തവണയും ചെയ്തിരിക്കുന്നു ഒരു പുതിയ വീഡിയോ നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആസിഫ ബാനുവിൻ്റെ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിഫയുടെ ആത്മാവിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ റൂഹിയുടെ അടുത്തൊരു മെസ്സേജ് ആയിരിക്കില്ലേ? അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇത് ആസിഫ ബാനു ആരാണെന്ന് റൂഹിക്ക് അറിയില്ലല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ ആരാണെന്നുള്ളത് വ്യക്തിപരമായിട്ട് ഇവർക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. കാണിച്ചു കൊടുക്കുമ്പോൾ അത് ആരാണെന്ന് തേടിപ്പിടിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 സോളുകൾക്കും ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടി ഈ മെസ്സേജ് പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കാൻ പല മാർഗങ്ങളും നേരത്തെ തേടിയിരുന്നു. അതിനകത്തൊന്നും നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടിയില്ല. പിന്നെ പ്രമുഖ പൊതുപ്രവർത്തകയായ നുസ്രത് ജഹാനുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരോടും ഇതിനെക്കുറിച്ചൊരു റിക്വസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. രൂഹിയായിട്ട് അവരും നേരിട്ട് സംസാരിച്ചതായിരുന്നു ഇക്കാര്യം. പക്ഷേ അവിടെയും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലോട്ട് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയനെ ആശ്രയിച്ച് ഇപ്പോൾ സംസാരിക്കാനായിട്ട് നേരിട്ട് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായത്. റിഫയെ സംബന്ധിക്കുന്ന വീഡിയോകൾ നമ്മളിപ്പം പലതും ചെയ്തു കഴിഞ്ഞു. റിഫയെ സംബന്ധിക്കുന്ന വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, എങ്ങനെ കൊല്ലപ്പെട്ടു, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ റൂഹി സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ സംസാരിച്ചിരിക്കുന്നതൊക്കെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണെന്നാണോ അശ്വതിയുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അങ്ങനെയാണോ? ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം 2023 എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ അന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞതായിട്ട്. എനിക്കിവരാരെയും അറിയില്ല, രൂഹി പറഞ്ഞുള്ള അറിവ് മാത്രമാണ്. ഈ ഷംസുദ്ദീൻ എന്ന ആളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നെയും വേറൊരു ഫോണിൽ കോൾ ചെയ്ത് സംസാരിച്ച് വെച്ചിരുന്നു ഒരേ സമയം. കാരണം ഈ പറയുന്ന, അതായത് ഒരു ലുക്മാൻ ഹോട്ടൽ എന്തോ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞാനും കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരാളെങ്കിലും വേറെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതുമാത്രമാണ് പുതിയൊരു അറിവായിട്ട് രൂഹിക്ക് കിട്ടിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. റൂഹി അങ്ങോട്ട് പറഞ്ഞത് തന്നെയാണോ ഷംസുദ്ദീൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അതായത് കണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കൂലേ, ഇന്ന കാര്യങ്ങളാണ്, അതാണ് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പം ഈ ഹോട്ടലിൻ്റെ പേര് മാത്രമാണ് അന്നേരം പുതു അറിവായിട്ട് രൂഹിക്ക് കിട്ടിയത്. നിലവിൽ ആ ഇന്റർവ്യൂവിനകത്ത് ഒരു ചരിത്രം പോലെ മൊത്തം ഷംസുദ്ദീൻ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പൊ അത് ഇവിടുന്ന് ചോദിച്ചതിന് ശേഷം പറഞ്ഞതാണെന്നല്ലേ? അതെ അതെ. അല്ലാണ്ട് പുതുതായിട്ടൊരു ഇതല്ല, ആ ലുക്മാൻ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. ഓക്കെ. ഇപ്പം നമ്മുടെ വീഡിയോകളിലൂടെ റിഫയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെയേറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് ഇത്രയും ഒരു വൈഡായിട്ട് ഇതിനെ ആൾക്കാർ കാണുകയും അല്ലെങ്കിൽ
നമ്മൾ പല കാര്യങ്ങളും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നത്തിലാണ്. കമൻറ്റ് പറയുന്നിടത്താണെങ്കിലും ആൾക്കാർ കുറച്ച് പേര് ഒരു സൈഡിൽ നിന്ന് പറയുന്നു അങ്ങനെയല്ല, കുറച്ച് പേര് അതിങ്ങനെ പറയുന്നു, കുറച്ച് പേര് സാധ്യത പറയുന്നു, കുറച്ച് പേര് അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അശ്വതിക്ക് തോന്നുന്നുണ്ടോ റിഫയ്ക്ക് ഇതിലൂടെ ഒരു ജസ്റ്റിസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. എങ്ങനെയാണ് അതിനെ ആ രീതി പറയാൻ കഴിയുന്നത്? ഇത് പുറത്തു വരില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ ഒരു ചർച്ചയും, അതായത് സ്പിരിച്വൽ പവർ കുറച്ചെങ്കിലുമുള്ള ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ളൊരു യാത്രയാണത്. അപ്പോൾ ഇതിൻ്റെ സത്യം എന്തായാലും പുറത്തു വരും എന്നുള്ള 100% എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ആ ലെവലിലൊന്നും ചിന്തിക്കാതെയും പോകാതെയും തന്നെ ആത്മാക്കൾ പരസ്പരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിലും നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പോലെ തന്നെ തെളിയപ്പെടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന 100% തീരുമാനം എടുത്തിരുന്ന കാര്യങ്ങളും കേസുകളും ഒക്കെ തെളിയപ്പെട്ടിട്ടുണ്ട്. ഇതും അത്തരത്തിലൊരു കേസായി മാറി റിഫയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. നന്ദി.